പിന്നെ എന്താ നീ എടുക്കാൻ പോണോ അതിനെ കുറിച്ച് പറഞ്ഞാൽ മതി. ഇൻട്രോ നീ പറയണം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. അതെ, ഒന്നിനും തിന്നുക, ഒന്നിനും ഇത് കട്ടാക്കനാ പറയാം. അത് കട്ടാകൂല, ഇത് ലൈവിലും. എന്താ മനസ്സിൽ എനിക്കാ പറയാൻ അറിയാത്തോണ്ടല്ലേ. എല്ലാവർക്കും ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ കണ്ടതല്ല, എൻ്റെ മോഹങ്ങളെല്ലാം അറിയാം. സമയം 7:30 പുറത്തുനിന്ന് നോക്കിയപ്പോൾ നല്ല കിടിലെന്ന് മഴയാണ്. പിന്നെ എണീറ്റ് മടിയുണ്ടായിരുന്നു എണീറ്റ്, പക്ഷെ എണീറ്റ് എടുക്കണ്ടേ, വീഡിയോ എടുക്കുക വേറെ ആരും ഇല്ല, ഞാൻ ഒരാളോ പിന്നെ അവളും ഞങ്ങളുടെ വരും വാവിന് ഉറങ്ങുന്നു. അതുകൊണ്ടാണ് ഞാനും കൂടെ എണീറ്റ്. യൂട്യൂബിൽ നോക്കി എവിടെ നോക്കിയാലും യൂട്യൂബിൽ ഈ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ അവരും പറഞ്ഞ് ഇനി നമുക്കും ഒന്നങ്ങോട്ട് ചെയ്തിട്ടേക്കാം. എന്താണ് ഈ ഡേ ഇൻ മൈ ലൈഫ്? അവനവൻ്റെ ഡെയിലി ജീവിതത്തിലുള്ളതിനനുസരിച്ച് എന്താണ് നമ്മൾ പച്ചയായ ഒരു ജീവിതം അത് കാണിക്കണം, അത്രേ ഉള്ളൂ. അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് ഞാനും എണീറ്റ് അങ്ങോട്ട് കൂടി. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പല്ലഴിച്ചിട്ട് ഓക്കെ. ഗുഡ് മോർണിംഗ്, ഹലോ, കം. നീ ഇപ്പം പെട്ടെന്ന് എണീറ്റ് ഞങ്ങൾ എങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യും? നീ വീഡിയോ എടുക്കുമോ? ഒന്ന് വീഡിയോ എടുത്ത് കം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണം, ചായ വയ്ക്കാം. അമ്മോ, നീ ഇത്ര രാവിലെ നേരത്തെ എണീക്കും വിചാരിച്ചില്ല. ഡേ ഇൻ മൈ ലൈഫ് കോളമൊക്കെ നീ അമ്മുക്കുട്ടി ഗ്രീൻ പീസ് കറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. എന്തുണ്ടാക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്? ഇടിയപ്പം ഗ്രീൻ പീസ്. അമ്മ വേണോ? ഇതിനൊക്കെ അറിയണ രാവിലെ അമ്മ വേണോ? അച്ഛടെ ഭാവയുടെ ഇവിടെ ഗ്രീൻ പീസ് കറി അതൊന്നും അടച്ചല്ലോ. മോൾസാണ് എനിക്ക് ഇടിയപ്പം ബീച്ച് തന്നെ. മോൾസ് ഇടിയപ്പം ബീച്ച് ഭയങ്കര എക്സ്പേർട്ടാണ്. അതെന്താ പറഞ്ഞ ഞാൻ ഫോൺ പിടിക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ല, അതേണ്ട ഇയാൾക്ക് ഇഷ്ടമല്ല. ഹായ് ബേബി, എന്തിനാ പറയണേ? കുറച്ച് മിക്സ്ചർ പാമ്പിട്ട് ചായ പിടിക്കുന്നു രാവിലത്തെ.
നട്ടില് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ 100 പോലും നട്ടിലുണ്ടാവാറ്. അതെന്തായാലും കൊള്ളൂല. പിന്നെ അഭിപ്രായം പറഞ്ഞ കാര്യമില്ലല്ലോ. ആ കുട്ടി വന്നിട്ടുണ്ട് കഴിയിട്ട് മാന്താൻ. ഹായ്, അമ്മ കഴിച്ചല്ലേ? ടാറ്റ കൊടുക്കും. ബൈ. ആ വേണ്ട കണ്ണാ. മൂസ ഹലോ ഹലോ. ശരി അമ്മൂസേ തുടക്കാൻ പാടാ തലേന്നൊന്നും ഇഷ്ടമല്ല എനിക്ക് തലേന്ന് തുടക്കണത്. ഉറങ്ങാണേ. ഉറക്കും. രാവിലെ നല്ല മഴയായിരുന്നില്ലേ? ഇപ്പൊ കണ്ടോ എന്തൊരു വെയിലാണ്. വേറെ ഞങ്ങൾ ഇതുപോലെ അവിടെ ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് പുതിയ പാട്ടൊക്കെ റീച്ച് ആകാത്തതുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ കണ്ടിട്ട് വ്യൂസ് ഉണ്ട്. ഒരു ലൈക്ക് പോലും വരാത്ത ആൾക്കാർ എന്താണെന്ന് അറിയില്ല. കൊച്ചിൻ്റെ വീഡിയോ പോലും 10 പേര് 100 പേര് കഷ്ടി കാണും. പക്ഷെ നമുക്ക് ഫോളോവർ 1000 1400 പേരുണ്ടെങ്കിലും 100 പേര് കഷ്ടി കാണും. 300 പേര് കാണും. അതിൽ പകുതിയിലും താഴെ ആൾക്കാരാണോ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യണതും അവർ മാത്രമേ ഉള്ളൂ. ബാക്കി ആരും ഒന്നും ചെയ്യില്ല. വെറുതെ ചുമ്മാ കണ്ടിട്ട് ചുമ്മാ പോകാമോ. അതൊക്കെ ഭയങ്കര സങ്കടമാണ്. അവിടെ വീഡിയോ ഇടണം എന്നിട്ട് പോലും നമുക്ക് കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കൊച്ചിൻ്റെ ഇടുന്ന പോലും ആർക്കും അത് എന്താ ഒരു വീഡിയോ ഇട്ടു ഞാൻ ചുമ്മാ ആള് നടക്കുന്നതാണ് ഈ ഷൂട്ട് നടക്കുന്ന കളിക്കുന്നിട്ടിട്ട് ആർക്കും അതൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ്. പക്ഷെ ഒരു 1700 1800 വ്യൂസ് കിട്ടിയിട്ടും കഷ്ടി അതിനെ ലൈക്ക് തരുന്നത് 100 ലൈക്ക് കാണും. മനസ്സിലായില്ലേ? കൊച്ചിന് എന്താണെന്ന് നമുക്കറിയില്ല. അവർക്ക് അവർ തോന്നുന്നത് ഇങ്ങനെയാണ്. അത് വെറുതെ കണ്ട് തട്ടി വിടണം. ഞങ്ങൾ ഇതുപോലെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. സ്വന്തം വീടൊന്നുമല്ല. വാടകയ്ക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നിയാണ് ഇൻസ്റ്റയിൽ ചെയ്തത് ഇങ്ങനെ ഒന്ന് പോസ്റ്റ് ഇട്ടതല്ലേ ഇതുപോലെ യൂട്യൂബ് തുടങ്ങിയാലും തുടങ്ങിയതാണ്. പിന്നെ വാവ ഉള്ളതുകൊണ്ട് അവിടെ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കാൻ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചില സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂല. അവളെ കരഞ്ഞുകൊണ്ടിരിക്കും. അവളിപ്പോൾ എഴുന്നേറ്റ് അച്ചട സത്യത്തിലോ പിന്നെ അവളുടെ ഓരോ തന്നെ ഉണ്ടാകും. ഇനിയിപ്പോൾ വീഡിയോ എടുക്കണത് ബുദ്ധിമുട്ടാണ്. കരഞ്ഞുകൊണ്ടേയിരിക്കും. അതെ അമ്മസേ അവിടെ വീഡിയോ ഇടുമ്പോഴേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരു ലൈക്ക് ചെയ്യണം. ആ ലൈക്ക് ചെയ്യുന്നത് അവൾക്ക് വ്യൂസ് ഉണ്ട്. പക്ഷേ വ്യൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് വ്യൂസ് ഒന്നും ഇല്ല. 1000 പേര് കഷ്ടി കാണും. ഒരു വീഡിയോ 2 വീഡിയോ 1000 പേര് കഷ്ടി കാണും. പക്ഷെ ലൈക്കില്ല. 100 പേരെ കഷ്ടി ലൈക്ക് യൂട്യൂബിൽ ഇട്ടിട്ട് പോലും ഒന്ന് നോക്കുക. അത് പറഞ്ഞ നമ്മ അതുപോലെയൊക്കെ ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാൻഡ് സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റും. അതെ അതൊന്നും പറ്റൂല. അപ്പൊ അങ്ങനത്തെ ചലഞ്ചൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് വെക്കാൻ പറ്റണോ. പിന്നെ ഇവളെ നോക്കണമെന്നില്ല. ഒരു വലിയ കാട്ട് പണിയാണ്. ഇവിടെ നിൽക്കൂല. അപ്പൊ നമുക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറെ എന്ത് ചെയ്യാനാ. പിന്നെ Q&A ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ആദ്യം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കണമില്ല. ഞങ്ങൾ വീഡിയോ ഇടണമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ നമുക്ക് കൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റിയത് അത് പണിക്ക് പോയി കഴിഞ്ഞാൽ അതൊന്നും നടക്കൂല. ആരുടെ അടുത്ത് എടുക്കുമ്പോഴും പിടിക്കണം. ഫോണ് വെക്കാൻ സ്ഥലമില്ല. അതാണ് ഏറ്റവും വലിയ മടുപ്പ്. ഒരാൾ പിടിക്കാൻ എന്തായാലും വേണം. അതൊക്കെ കൊണ്ടാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാം. പറ്റണമെങ്കിൽ ചെയ്തിരിക്കും. നമ്മളെ കൊണ്ട് പറ്റണൊക്കെ നമ്മൾ ചെയ്യും. അത് മാത്രമേ പറയാനായിട്ടുള്ളൂ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. നല്ല ഭാഷയായതുകൊണ്ട് പെട്ടെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾക്ക് കൊടുത്ത് പെട്ടെന്ന് ഇത് മാന്തള് പറ്റിച്ചത് ഉണക്കമതി ഡ്രൈ ഫിഷ് എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമാണ്.
പിന്നെ വേറെ എന്തുള്ളത്? പിന്നെ ചേന ചേനപ്പേരി. അത്രേ ഉള്ളൂ. എന്താ പരിപാടി? എൻ്റെ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. കുളിക്കലാണോ? യെസ്. എന്ത് വിട്ടിട്ട് പോ. മോ അഞ്ചരായിട്ടുള്ള വീണ്ടും മഴ തുടങ്ങി. 6 മണി. കുറേ തെറ്റൊക്കെ ഉണ്ടാവും, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിക്കണം. ആദ്യമായിട്ട് ചെയ്യണതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട്, പിന്നെ ഫോൺ വെക്കാൻ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ പിടിച്ച് തന്നെ ചെയ്യണത്. പിന്നെ വാവുണ്ട്, വാവനെ നോക്കാൻ ആരുമില്ല. അവളാണെങ്കിൽ ഭയങ്കര വാശിയാണ്, ഭയങ്കര കരച്ചിൽ. ആ അതൊക്കെ കൊണ്ട് കുറേ തെറ്റുണ്ടാവും, കുറേ ഉണ്ടാവും, ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല. അപ്പം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ടില്ല, ഭയങ്കരമായിട്ടും കുറവാണ്. അപ്പം എല്ലാവരും കയറി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.